ലിംഗ്വിസ്റ്റിക്സിലെ പ്രധാന ബ്രാഞ്ചായിട്ടുള്ള സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. അതായത് ഈ ലിംഗ്വിസ്റ്റിക് പ്രിൻസിപ്പിൾസ് സൊസൈറ്റിയിൽ അപ്ലൈ ചെയ്തുകൊണ്ട് സൊസൈറ്റിയെക്കുറിച്ച് പഠിക്കുന്നതാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ആദ്യം സോഷ്യോ ലിംഗ്വിസ്റ്റിക്സും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? ദ ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡീസ് ലാംഗ്വേജ് അലോൺ ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി സ്പീക്കേഴ്സ് ആൻഡ് അതർ സോഷ്യൽ ഫാക്ടേഴ്സ്. എന്താണ്? ഭാഷയെ മാത്രം എലോണായിട്ട് പഠിക്കുകയാണ് ലിംഗ്വിസ്റ്റിക്സിൽ ചെയ്യുന്നത്. മാത്രമല്ല അതിൽ ഓരോ വ്യക്തിയെയോ ഇല്ലെങ്കിൽ സാമൂഹിക ഘടകങ്ങളുടെ ഇമ്പോർട്ടൻസോ ഒന്നും തന്നെ പറയുന്നില്ല. പ്യുവർ ലിംഗ്വിസ്റ്റിക്സ് അബൌട്ട് ദ ഗ്രാമർ, ഹൗ ലാംഗ്വേജ് വർക്ക്സ്. അതായത് എങ്ങനെയാണ് ഒരു ഭാഷയുടെ ഗ്രാമർ പ്രവർത്തിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഭാഷ പ്രവർത്തിക്കുന്നത്, ഓരോ ഭാഷയും എങ്ങനെയാണ് ഒരു ലാംഗ്വേജായി മാറിയത് എന്നുള്ളതാണ് ലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യുന്നത്. ഓക്കെ, അതിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണ്, മറ്റ് ഭാഷയിൽ നിന്നും ഒരു ഭാഷ വ്യത്യാസമായിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. അതുപോലെ ഫോണിറ്റിക്സ്, ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമാൻറ്റിക്സ് ഇത്ര മേഖലകളും ഡീറ്റെയിൽ ആയിട്ട് ലിംഗ്വിസ്റ്റിക്സിൽ പഠിക്കും. അതേസമയം സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് കോംപ്ലെക്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി. അതായത് ഭാഷയും സമൂഹവും തമ്മിൽ ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലേ. കാരണം എന്താ, സമൂഹം എന്ന് പറയുന്നത് ഭാഷയില്ലാതെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ സാധിക്കില്ല. ഒരു ഭാഷ സംസാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരെയാണ് നമ്മളൊരു ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് കരുതുക. അല്ലെങ്കിൽ ഇപ്പോൾ കേരളം എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ആ പ്രദേശത്ത് താമസിക്കുന്നവരൊക്കെ ഒറ്റ ഭാഷ സംസാരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിൽ ഐക്യം കൂടുതലായിരിക്കും. അങ്ങനെ ഒരു കോംപ്ലെക്സ് റിലേഷൻ തന്നെ സൊസൈറ്റിയും ലാംഗ്വേജും തമ്മിലുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് എന്ത് പഠിക്കുന്നത്? സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നത്. അതിൽ പ്രധാനമായിട്ടും എക്സ്പ്ലെയിനിങ് വൈ വി സ്പീക്ക് ഡിഫറെൻ്റ്ലി ഇൻ ഡിഫറെൻറ്റ് സോഷ്യൽ കോണ്ടെക്സ്റ്റ്. അത് മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ നമ്മൾ എല്ലാ സമയത്തും ഒരേപോലെയാണോ സംസാരിക്കുന്നത്? അല്ല. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോഴുള്ള സംസാരം പോലെ ആയിരിക്കില്ല ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിക്കുന്നുണ്ടാവുക, അതുപോലെയല്ല എൻ്റെ ഫ്രണ്ട് സർക്കിളിൽ സംസാരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഓരോ സോഷ്യൽ കോണ്ടെക്സ്റ്റ്, ഓരോ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ ഭാഷ മാറുന്നില്ലെങ്കിലും അത് ഉപയോഗിക്കുന്ന രീതിക്ക് വലിയ മാറ്റം വരാറുണ്ട് അല്ലേ. നമ്മളൊരു മുതിർന്ന ഒരാളോട് സംസാരിക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു ടീച്ചർ അല്ലെങ്കിൽ ഒരു പ്രൊഫസറോട് സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, നമ്മളൊരു സുഹൃത്തിനോട് സംസാരിക്കുന്നുണ്ടാവുക. അവിടെ നമ്മൾ ഫോർമലായിട്ട് സംസാരിക്കും അല്ലേ. അപ്പോൾ അതിൻ്റേതായ ഭാഷയും വാക്കുകൾ വരെ വ്യത്യാസം വരാം. അതാണ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് എങ്ങനെയാണ് ഭാഷ മാറുന്നതെന്ന് നമ്മളിതിൽ പഠിക്കും. അതുപോലെ ഐഡൻറ്റിഫൈങ് ദ സോഷ്യൽ ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് ആൻഡ് ദ വേസ് ഇറ്റ് ഈസ് യൂസ് ടു കൺവേ സോഷ്യൽ മീനിങ്. എന്താണ് ഐഡൻറ്റിഫൈങ് ദ സോഷ്യൽ ഫങ്ഷൻ ഓഫ് ലാംഗ്വേജ്? സമൂഹത്തിൽ ഭാഷയ്ക്ക് എന്ത് പങ്കാണുള്ളത്, അല്ലെങ്കിൽ ഭാഷ എന്ത് റോളാണ് ചെയ്യുന്നത്, അല്ലേ, ഭാഷ ആവശ്യമുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിനൊപ്പം തന്നെ ഒരു സൊസൈറ്റിയിൽ സോഷ്യൽ മീനിങ് കൺവേ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഭാഷ വഴി എങ്ങനെയാണ് സമൂഹത്തിന് അർത്ഥതലങ്ങൾ ഉണ്ടാവുന്നത് എന്നും കൂടി സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് എന്താണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അത് മാത്രമല്ല, it also studies how language varieties different between groups separated by the certain social variables such as ethnicity, religion, status, gender, level of education, age, etc. And how creation and adherence to these rules is to categorize individuals in social or socio-economic classes. Okay, അപ്പോൾ സമൂഹത്തിൽ തന്നെ പലതരത്തിലുള്ള ആൾക്കാരുണ്ട് അല്ലേ. പല തട്ടുകളിലായിട്ട് നമ്മൾ ആളുകളെ തിരിച്ചിട്ടുണ്ട്. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണത് അല്ലേ? അതിൽ ഒരുപാട് സോഷ്യൽ വേരിയബിൾസ് ഉണ്ട് അല്ലേ. നമ്മൾ അഡൾട്ട്ഹുഡ്, അല്ലെങ്കിൽ യങ് ഏജ്, അത് കഴിഞ്ഞ് മിഡിൽ ഏജ് എന്നിങ്ങനെ നമ്മൾ പറയുന്നത് എന്താണ്, ഒരു ഏജിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. ഏജ് അനുസരിച്ച് ഭാഷ മാറും. ഒരു കുട്ടി സംസാരിക്കുന്ന പോലെയല്ല ഒരു ടീനേജിലുള്ള ആൾ സംസാരിക്കുക, അതുപോലെയല്ല കുറച്ചും കൂടി മുതിർന്ന ഒരാൾ സംസാരിക്കുക. അപ്പോൾ ഭാഷയ്ക്ക് ഏജ് ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോ? ഓക്കെ, ഭാഷയിൽ വ്യത്യാസം ഉണ്ടാവാൻ ഏജ് കാരണമാകുന്നുണ്ടോ? ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം ഉള്ള ഒരാളും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളും സംസാരിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം വരാറുണ്ടോ? അതുപോലെ ജെൻഡർ, സ്ത്രീ പുരുഷനായതുകൊണ്ട് എന്തെങ്കിലും വ്യത്യാസം, ഇല്ലെങ്കിൽ അതല്ല ഒരു തേർഡ് ജെൻഡർ ആണെങ്കിൽ ഡിഫറൻസ് വരുന്നുണ്ടോ? ഭാഷയിൽ നമ്മുടെ ജെൻഡർ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നമ്മളിപ്പോൾ ഒരാളെ അദ്ദേഹം എന്ന് വിളിക്കുന്നു, അതൊരു മെയിലാണെങ്കിലാണ് നമ്മൾ അദ്ദേഹം എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൻ്റെ സ്ത്രീലിംഗം എന്താണ്? ഓക്കെ, അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്?
അങ്ങനെ ഒരു വാക്കുണ്ടോ എന്ന് തന്നെ നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അവർ എന്ന് ഉപയോഗിക്കാറുണ്ട്, അവർകൾ എന്ന്. അതൊരു സ്ത്രീ ആണെങ്കിൽ അവർകൾ എന്ന് ഉപയോഗിക്കാറുണ്ട്, അതൊരു പുരുഷനാണെങ്കിൽ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ജെൻഡർ എന്ന ഭാഷയുമായിട്ട് ആ ഭാഷയിൽ വെറൈറ്റീസ് ഉണ്ടാക്കുന്നതിൽ റോൾ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലേ, നമുക്ക് അങ്ങനെ പറയേണ്ടി വരും. അതുപോലെ സ്റ്റേറ്റസ്, നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ്, ഏത് സൊസൈറ്റിയിലെ ഏത് സ്റ്റേറ്റസിലാണ് നിങ്ങളുള്ളത്, അതും ഭാഷയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ നോക്കുന്നുണ്ട്. റിലീജിയൻ, മതം നമ്മുടെ ഭാഷയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഇതും, മതം എന്ന് പറയുന്നത് സൊസൈറ്റിയുടെ ഭാഗമാണ്. അതുപോലെ ജെൻഡർ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയുടെ ഭാഗമാണ്, എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ഭാഗമാണ്. അപ്പം ഇങ്ങനെ എത്തനിസിറ്റി, നമ്മൾ ഏത് കൾച്ചർ അല്ലെങ്കിൽ ഏത് ഏരിയ, നമ്മുടെ ആചരിക്കുന്ന കാര്യങ്ങൾ, ഇതിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഭാഷയിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുന്നുണ്ടോ എന്നും ഈ ഒരു സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഹൗ ക്രിയേഷൻ ആൻഡ് അദറൻസ് ടു ദീസ് റൂൾസ് ഈസ് യൂസ് ടു കാറ്റഗറൈസ് ഇൻഡിവിജ്വൽസ് ഇൻ സോഷ്യൽ ഓർ സോഷ്യോ എക്കണോമിക് ക്ലാസ്സസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് സമൂഹത്തിലെ ആളുകളെ ഡിവൈഡ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നതെന്നും സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് നോക്കുന്നുണ്ട്. സോ സോഷ്യൽ ഫാക്ടേഴ്സ്, ഒരു ഭാഷ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സോഷ്യൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ലാംഗ്വേജ് പീപ്പിൾ ചൂസ് ടു സ്പീക്ക് ഇൻ ആൻ എക്സ്ചേഞ്ച് ഇസ് ഡിറ്റർമൈൻഡ് ബൈ ദി സോഷ്യൽ ഫാക്ടേഴ്സ്. അതായത് നമ്മൾ ഭാഷ എങ്ങനെ കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ എവിടെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ചില കാരണങ്ങൾ അല്ലെങ്കിൽ ചില ഫാക്ടേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ പാർട്ടിസിപ്പൻസ്, അതായത് ആരാണ് സംസാരിക്കുന്നത്, ആ സംസാരം ആരൊക്കെ തമ്മിലുള്ളതാണ് എന്നുള്ളത് ഒരു ഫസ്റ്റ് ഫാക്ടറാണ്. അത് അവരുടെ ഏജ്, റാങ്ക്, റിലേഷൻഷിപ്പ്, അതൊക്കെ അനുസരിച്ച് ഭാഷ മാറാം. അതുപോലെ സെറ്റിംഗ്, നിങ്ങൾ എവിടെയാണ് ഉള്ളത്. ഓക്കെ, നിങ്ങളൊരു സുഹൃത്തും ക്ലാസ് റൂമിൽ സംസാരിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ മദറും വീട്ടിൽ സംസാരിക്കുന്നുണ്ടാവുക. അതുതന്നെയാണ് പാർട്ടിസിപ്പൻസിൻ്റെ ഡിഫറൻസ്. ആരാണ് സംസാരിക്കുന്നതെന്നും എവിടെ നിന്നാണ് സംസാരിക്കുന്നതെന്നും ഉള്ള വ്യത്യാസം. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ പറയാറുണ്ട്, നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി പെരുമാറുക. എന്താണ് അത്? ലാംഗ്വേജിനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ഫോമലാണോ ഇൻഫോമലാണോ? നിങ്ങളൊരു ടീച്ചറോട് നിങ്ങളുടെ അമ്മയോട് സംസാരിക്കുന്ന പോലെ പറ്റുമോ? ഇല്ല. അപ്പോൾ ഓരോ സെറ്റിങ്ങിനും ഓരോ ലാംഗ്വേജ് ഉണ്ട്. ആൻഡ് ടോപ്പിക്, എന്ത് ടോപ്പിക്കാണ് നമ്മൾ സംസാരിക്കുന്നതെന്നും ഒരു വേരിയേഷൻ ക്രിയേറ്റ് ചെയ്യും. അതായത് മൈ ടെന്നീസ് സ്കിൽസ്, കുക്കിംഗ്, എക്സാംസ്, അതായത് ഒരു ടെന്നീസ് കോർട്ടിൽ സംസാരിക്കുന്ന പോലെ അല്ലെങ്കിൽ ഒരു ടെന്നീസിനെ കുറിച്ച് സംസാരിക്കുന്ന പോലെ അല്ല നമ്മൾ കുക്കിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത്, അതുപോലെയല്ല എക്സാമിനെ കുറിച്ച് സംസാരിക്കുന്നത്. ഫങ്ഷൻ, എന്ത് റോളാണ് ഭാഷ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നേടാൻ അല്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കാനായിരിക്കും നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നുണ്ടാവുക. അപ്പോൾ എന്തിനാണ്? അതൊരു ലോണിന് വേണ്ടിയിട്ടാണോ, ഇല്ലെങ്കിൽ ഒരു മെയ്ഡിനെ ഹയർ ചെയ്യാൻ വേണ്ടിയാണോ, പെർമിഷൻ ചോദിക്കാൻ വേണ്ടിയാണോ? എന്താണ് നിങ്ങൾ ആ ലാംഗ്വേജ് കൊണ്ട് ഒരു സൊസൈറ്റിയിൽ ചെയ്യുന്ന റോൾ എന്നുള്ളതും നമ്മുടെ ഭാഷയിൽ വേരിയേഷൻസ് ഉണ്ടാക്കുന്നതിന് കാരണമായിട്ട് മാറും. ഇനി നമ്മൾ പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ്, സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ദ സോഷ്യോളജി ഓഫ് ലാംഗ്വേജ്. രണ്ടാണ് കേട്ടോ. സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് വ്യത്യാസമുണ്ട്, സോഷ്യോളജി ഓഫ് ലാംഗ്വേജും ഡിഫറൻസ് ഉണ്ട്. പല യൂണിവേഴ്സിറ്റീസിലും ഇതൊക്കെ ക്വസ്റ്റ്യൻ ആയിട്ട് വരാറുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കാം. സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. എന്താണ്? ഇറ്റ്സ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ദ റിലേഷൻ ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി. സമൂഹവും ഭാഷയും തമ്മിലുള്ള ബന്ധമാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക് പഠിക്കുന്നത്. with the goal of better understanding of the structure of language and of how language functions in communication. അത് മാത്രമല്ല, ഭാഷയും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധം മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ ഭാഷയുടെ ഘടന, സ്ട്രക്ചർ, എങ്ങനെയാണ് സമൂഹത്തിൽ ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ ഓരോ വിഷയത്തിലും എങ്ങനെയാണ് ഭാഷ കൈകാര്യം ചെയ്യപ്പെടുന്നത്, അതിൻ്റെ സ്ട്രക്ചർ. ഫോക്കസ് എന്താണ്? ലാംഗ്വേജ് മാത്രമാണ്. സ്ട്രക്ചർ ഓഫ് ലാംഗ്വേജ് ആൻഡ് ഹൗ ലാംഗ്വേജ് ഫങ്ഷൻസ് ഇൻ കമ്മ്യൂണിക്കേഷൻ. രണ്ടുപേരും സംസാരിക്കുമ്പോൾ അതിൽ ഭാഷയുടെ ഇൻഫ്ലുവൻസ് എന്താണ് ഭാഷയുടെ ഉപയോഗം. അത് വെറും ലാംഗ്വേജ് എന്ന് പറയുന്നത് വെറും എന്തല്ല, സംസാരം മാത്രമല്ല, അത് നമ്മുടെ ജസ്റ്റേഴ്സ് ആവാം, നമ്മുടെ ആക്ഷൻസ് ആവാം, നമ്മുടെ എക്സ്പ്രഷൻസ് ആവാം, എല്ലാം ചേർന്നതാണ് ഭാഷ, അല്ലേ? നമ്മുടെ ഒരു കണ്ണ് ചിമ്മലിന് പോലും പല അർത്ഥങ്ങളുണ്ട്, നമ്മുടെ ഒരു ഹാൻഡ് മൂവ്മെൻറ്റിന് അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഇത് എങ്ങനെയാണ് സൊസൈറ്റിയിൽ, എന്ത് റോളാണ് ഇതിനുള്ളത് എന്നാണ് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നത്. അപ്പോൾ സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സിൽ ഇമ്പോർട്ടൻസ് ഇസ് ഫോർ ലാംഗ്വേജ്, ഹൗ ഇറ്റ് വർക്ക്സ് ഇൻ എ സൊസൈറ്റി എന്നുള്ളതാണ്. അതേസമയം സോഷ്യോളജി ഓഫ് ലാംഗ്വേജ്,
സോഷ്യോളജി ഓഫ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ടു ഡിസ്കവർ ഹൗ സോഷ്യൽ സ്ട്രക്ചർ ക്യാൻ ബി ബെറ്റർ അണ്ടർസ്റ്റുഡ് ത്രൂ ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. അതായത് ഭാഷയുടെ സഹായത്തോടു കൂടിയിട്ട് സമൂഹത്തെ പഠിക്കുന്നതാണ് സോഷ്യോളജി ഓഫ് ലാംഗ്വേജ്. ഓക്കെ, അതായത് ഭാഷയുടെ സഹായത്തോടു കൂടി, അതായത് നമ്മളൊരു നാടിൻ്റെ ഭാഷ പഠിക്കുമ്പോൾ അവരുടെ കൾച്ചർ പഠിച്ചു എന്നാണ് പറയുക അല്ലേ. സംസാരം എന്നാണ് പറയാറ്. അപ്പോൾ ഒരു നാടിൻ്റെ ഭാഷ നമ്മൾ ആദ്യം സ്വായത്തമാക്കുകയാണെങ്കിൽ നമ്മൾ അവരുടെ കൾച്ചർ ഒരുപാട് പഠിക്കും എന്നാണ് പറയുന്നത്. നിങ്ങൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ, പുതിയ സ്ഥലത്ത് പോകണമെങ്കിൽ അവിടുത്തെ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ സ്വഭാവം മനസ്സിലാവും. ഇത് തന്നെയാണ് സോഷ്യോളജി ഓഫ് ലാംഗ്വേജ്, ഭാഷ വഴി സമൂഹത്തെ പഠിക്കുക. ആൻഡ് ഹൗ certain linguistic features serve to characterize particular social agreement. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് ലിംഗ്വിസ്റ്റിക് ഫീച്ചേഴ്സ് വഴി സമൂഹത്തിലെ കാര്യങ്ങളെ മനസ്സിലാക്കുക. അണ്ടർസ്റ്റുഡ്? അപ്പോൾ സോഷ്യോളജിയും ലിംഗ്വിസ്റ്റിക്സും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് കുറച്ച് ബുക്സുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹഡ്സൺ പറയുന്നുണ്ട്, ഹഡ്സൻ്റെ ബുക്കിൽ അദ്ദേഹം പറയുന്നത് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ഇസ് ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് ഇൻ റിലേഷൻ ടു സൊസൈറ്റി. ഭാഷയെ സൊസൈറ്റിയുടെ സഹായത്തോടു കൂടി പഠിക്കുന്നതാണ് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ്. അതേസമയം സ്റ്റഡി ഓഫ് സൊസൈറ്റി ഇൻ റിലേഷൻ ടു ലാംഗ്വേജ് ആണ് സോഷ്യോളജി ഓഫ് ലാംഗ്വേജ്. ബോത്ത് റിക്വയർ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ലാംഗ്വേജ്. രണ്ടിലും എന്താവശ്യമാണ്? ഭാഷയുടെ സിസ്റ്റമാറ്റിക് സ്റ്റഡി ആവശ്യമാണ്. പക്ഷേ സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സിൽ ലാംഗ്വേജ് ആണ് പഠിക്കുന്നത്. ഓക്കെ, ഇനി ഒന്നും കൂടെ ഷോർട്ടാക്കുകയാണെങ്കിൽ ഇറ്റ്സ് മെയിൻ ഫോക്കസസ് സൊസൈറ്റി ഓൺ ലാംഗ്വേജ്. സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് എന്ന് പറയുന്നത് സൊസൈറ്റി ഓൺ ലാംഗ്വേജ് ആണ്. മറ്റേതാവുമ്പോൾ ലാംഗ്വേജ് റിഫ്ലക്ട്സ് ഓൺ സൊസൈറ്റി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഭാഷയും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധം എന്ന് പഠിക്കാം. ഓക്കെ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി. ഭാഷയും സമൂഹവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉള്ളതുകൊണ്ടല്ലേ നമ്മൾ സോഷ്യോളജി ഓഫ് ലാംഗ്വേജും അതുപോലെ സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സും പഠിക്കുന്നത് അല്ലേ. അപ്പോൾ സോഷ്യൽ സ്ട്രക്ചർ, ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചർ ഓർ ദ ബിഹേവിയർ. അപ്പോൾ ലാംഗ്വേജും സൊസൈറ്റിയും തമ്മിലുള്ള ബന്ധമാണ് പറയുന്നത് ഏജ് ഗ്രേഡിംഗ് ഫിനോമിനൻ. യങ് ചിൽഡ്രൻ സ്പീക്ക് ഡിഫറെൻ്റ്ലി ഫ്രം ഓൾഡർ ചിൽഡ്രൻ ആൻഡ് ഇൻ ടേൺ ചിൽഡ്രൻ സ്പീക്സ് ഡിഫറെൻ്റ്ലി ഫ്രം മെച്യൂർ അഡൾട്ട്സ്. അതായത് സമൂഹത്തിൽ നമ്മൾ ഭാഷ വെച്ച് പഠിക്കുമ്പോൾ മനസ്സിലാവും ചെറിയ കുട്ടികളും മുതിർന്നവരും ഒരുപോലെയല്ല സംസാരിക്കുന്നത്, അവർ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഏജ് ഒരു ഫാക്ടറാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഭാഷയെ അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. അതായത് ഭാഷയുടെ സ്ട്രക്ചർ, ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചർ എന്ന് പറയുന്നത് എൽഡേഴ്സിലും യങ് വൺസിലും ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അതുപോലെ സ്റ്റഡീസ് ദ വെറൈറ്റീസ് ഓഫ് ലാംഗ്വേജ് ദാറ്റ് സ്പീക്കേഴ്സ് യൂസ് റിഫ്ലക്ട് സച്ച് മാറ്റേഴ്സ് ദ റീജിയണൽ, സോഷ്യൽ ഓർ എത്നിക് ഒറിജിൻ ആൻഡ് പോസിബിൾ സെക്സ്. എന്താണ് സ്റ്റഡീസ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഭാഷയിൽ വെറൈറ്റീസ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ സ്പീക്കേഴ്സ് എങ്ങനെയാണ് അത് സമൂഹത്തിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കുമ്പോൾ അതിൽ നമുക്ക് മനസ്സിലാവും അവർ ഏത് റീജിയണിൽ നിന്ന് വന്നവരാണ്, ഏത് സമൂഹത്തിലുള്ളവരാണ്, എന്താണ് അവരുടെ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് എന്നിവ നോക്കുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അവരുടെ ഭാഷ മാറിയതെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ അതർ സ്റ്റഡീസ്, പർട്ടിക്കുലർ വേസ് ഓഫ് സ്പീക്കിംഗ്, ചോയ്സസ് ഓഫ് വേർഡ്സ് ആൻഡ് റൂൾസ് ഓഫ് കൺവേഴ്സിംഗ് ആൻഡ് ഡിറ്റർമിൻഡ് ബൈ ദി സോഷ്യൽ റിക്വയർമെൻറ്റ്. അതുപോലെ മറ്റ് പഠനങ്ങൾ എന്തൊക്കെയാണ്? അവരെങ്ങനെയാണ് സംസാരിക്കുന്നത്, അവർ ഏത് വാക്കുകളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, അതുപോലെ അവരെങ്ങനെയാണ് ഒരു കോൺവെർസേഷനിൽ അവർ സെറ്റ് ചെയ്തേക്കുന്ന റൂൾസ് എന്താണ് എന്നൊക്കെ പഠിക്കാനും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ഒരു ലാംഗ്വേജും സൊസൈറ്റിയും തമ്മിലുള്ള റിലേഷനിലൂടെയാണ്, അതായത് സോഷ്യോ ലിംഗ്വിസ്റ്റിക്സിലൂടെയാണ്. ആൻഡ് ലാംഗ്വേജ് ആൻഡ് സൊസൈറ്റി റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാണ്. ഇത് വോർഡോഗിൻ്റെ എക്സ്പ്ലനേഷൻസ് ആണ് കേട്ടോ. ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചർ ആൻഡ് ബിഹേവിയർ മേ ബി ഈദർ ഇൻഫ്ലുവൻസ് ഓർ ഡിറ്റർമൈൻ സോഷ്യൽ സ്ട്രക്ചർ. എന്താണ് അദ്ദേഹം പറയുന്നത്? ഇങ്ങനെയാണ്, ലിംഗ്വിസ്റ്റിക് സ്ട്രക്ചറും അല്ലെങ്കിൽ ബിഹേവിയർ എന്ന് പറയുന്നത് സോഷ്യൽ സ്ട്രക്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം, അതായത് ഭാഷ സൊസൈറ്റിയെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നാണ് പറയുന്നത്. ദിസ് ഇൻഫ്ലുവൻസ് ക്യാൻ ബി ബൈ ഡയറക്ഷണൽ, അതായത് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആവാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇന്ത്യൻസ് എന്ന് പറയുന്നത് ബ്രിട്ടീഷേഴ്സ് വരുന്നതിന് മുമ്പ് വേറെ തന്നെ ഒരു സിസ്റ്റമായിരുന്നു, വേറെ തന്നെ ഒരു കൾച്ചറായിരുന്നു, അല്ലെങ്കിൽ വേറെ തന്നെ ഒരു സംസ്കാരമായിരുന്നു ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷേഴ്സ് വന്നതോടുകൂടി അതിൻ്റെ ഇൻഫ്ലുവൻസ് കാണാൻ വേണ്ടി സാധിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുണ്ട്. ഓക്കെ, അപ്പോൾ
അവരുടെ ലാംഗ്വേജ് പഠിക്കുന്നതിലൂടെ നമ്മൾ അവരുടെ കൾച്ചർ മനസ്സിലാക്കി. നമ്മളെ നാട്ടിൽ വന്നതോടുകൂടി അവർ നമ്മുടെ കൾച്ചറും മനസ്സിലാക്കി, നമ്മുടെ ഭാഷയും മനസ്സിലാക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ അത് ബൈ ഡയറക്ഷനിലാണ്, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സൊസൈറ്റി ലാംഗ്വേജിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജ് സൊസൈറ്റിയെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദർ ഈസ് നോ റിലേഷൻഷിപ്പ് അറ്റ് ഓൾ. അപ്പോൾ ഇവിടെ പറയുന്നത് റിലേഷൻ ഇല്ല എന്നുള്ള രീതിയിലാണ്. ഇനി നമുക്കിനി ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. അപ്പം നമുക്ക് അവസാനമായിട്ട് ഇത് പറയാം. സോഷ്യോ ലിംഗ്വിസ്റ്റിക്സ് ഇസ് ദ ഫീൽഡ് ഓഫ് സ്റ്റഡി ദാറ്റ് റിസർച്ച് ഹൗ ലാംഗ്വേജ് ഇസ് യൂസ്ഡ് ഇൻ ദ കമ്മ്യൂണിറ്റി. ദ വേ എസ് പേഴ്സൺ സ്പീക്ക് ടു അനദർ ഡിപ്പെൻഡ്സ് ഓൺ സോഷ്യൽ ഫാക്ടേഴ്സ്, അതുപോലെ സോഷ്യൽ ഡയമെൻഷൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത്. സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഏകദേശ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി അല്ലേ? സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സ് പഠിക്കുന്ന വഴി നമുക്ക് സമൂഹത്തെ അറിയാൻ സാധിക്കും, അതുപോലെ ഭാഷ എങ്ങനെയാണ് സമൂഹത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ സോഷ്യോളജിയും സോഷ്യൽ ലിംഗ്വിസ്റ്റിക്സും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.